ഹായ് ഡിയേഴ്സ്, എൽഗീസ് ഫാഷൻ ഹാവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഡിസ്കൗണ്ട് സെയിലുകളുടെ വീഡിയോ ആയിരുന്നു. പാൻസിൻ്റെ ഇട്ടു, ബ്ലൗസിൻ്റെ ഇട്ടു. ഇനിയും നമ്മൾ അങ്ങനത്തെ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോസുകളിലായിട്ട് വരും കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് കുർത്തീസ് കിട്ടാത്തതിൻ്റെ വിഷമമുണ്ട്. അപ്പം പിന്നെ കുർത്തീസിൻ്റെ വീഡിയോ കാണിച്ചിട്ട് ഇനി ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോകളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്ത് നമ്മുടെ കൂടെ കേട്ടോ. എന്നാലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടുള്ളൂ. കുർത്തീസ് വേണ്ടവർക്ക് കുർത്തീസ്, പാൻസ്, ബ്ലൗസ്, ജീൻസിൻ്റെ ടോപ്പ്, എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഷോപ്പിൽ ഡയറക്റ്റ് സെയിലിനേക്കാളും കൂടുതൽ നമുക്ക് ഓൺലൈൻ സെയിൽ തന്നെയാണ്. അതിൻ്റെ പാക്കിങ്ങും അതിൻ്റെ വീഡിയോ എടുക്കലും അളക്കലും പിടിക്കലും ഒക്കെ ആയിട്ടാണ് ഷോപ്പ്. പിന്നെ ഷോപ്പായിട്ട് നമുക്ക് വരുന്നത് നൈപുണ്യ പബ്ലിക് സ്കൂൾ എന്ന് പറയും. കറുകുറ്റിയിൽ എടക്കുന്നാണ് നമ്മുടെ സ്ഥലം വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഈ വഴിയൊക്കെ പാസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതായത് അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഒക്കെ ഇല്ലേ, അവിടേക്ക് ഈ വഴി പോകാൻ പറ്റും. ഇത് ശരിക്കും ഏഴാറ്റുമുഖം പോകുന്ന റൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ്, നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ കൂടെയാണ് പോകാനുള്ള വഴി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പാസ് ചെയ്ത് പോകുന്നവർക്ക് കയറാം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് ഈ ഓൺലൈനിലുള്ള ഐറ്റം തന്നെയാണ് ഷോപ്പിൽ വരുന്നത്. ഏത് രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാട്ടോ. എന്നൊരു പ്രശ്നമുള്ള കേസല്ല. നമുക്ക് കിഡ്സിൻ്റെയും ഷോപ്പുണ്ട്, ലേഡീസിൻ്റെയും ഷോപ്പുണ്ട്. രണ്ട് തൊട്ടപ്പുറത്തെ ഷോപ്പുകളായിട്ടാണ് നിലകൊള്ളുന്നത്. കിഡ്സിൻ്റെ നമ്മൾ സാധാരണഗതിയിൽ ഇടയ്ക്ക് മാത്രമാണ് വീഡിയോസ് ഇടാറുള്ളൂ. കിഡ്സിൻ്റെ നമുക്ക് കടയിൽ വന്ന ആൾക്കാർ എടുക്കലൊക്കെ പതിവ്. കാരണം നമുക്ക് അങ്ങനെ വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല. പിന്നെ ആൾക്കാർക്ക് പിള്ളേരുടെ സൈസൊക്കെ നോക്കിയെടുക്കാനുള്ളതുകൊണ്ട് കിഡ്സിൻ്റെ നമുക്ക് ഇച്ചിരി കൂടി നോർമൽ കുർത്തീസിനേക്കാളും കൂടുതൽ കടയിൽ വന്ന് എടുക്കലാണ് പതിവ്. അപ്പം കുറേ പേരൊക്കെ നമ്മളുടെ പഴയ വീഡിയോസും ഷോർട്സൊക്കെ കണ്ടിട്ട് പിള്ളേരുടെ കളക്ഷൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് കിഡ്സിൻ്റെ ന്യൂ ബോണിൻ്റെ ഹോസ്പിറ്റൽ കിറ്റ് മുതലുള്ള എല്ലാ അവൈലബിളും, ഒരു 10 വയസ്സ് വരെയുള്ള എല്ലാവരുടെ പിള്ളേരുടെ ഫ്രോക്ക് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഇന്നർ വെയർസ് ആണെങ്കിലും, ഇപ്പോൾ നമുക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന ബനിയനൊക്കെ ഇല്ലേ പിള്ളേരുടെ, എല്ലാം നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് കാണിക്കാനൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മളത് കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് ഡെയിലി വീഡിയോസിലേക്ക് വരുമ്പോൾ ആകാം. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം കൂടി കുറച്ച് പ്രൊമോട്ട് ചെയ്ത് ആ ലെവലിലേക്ക് ആകുമ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലോങ് വീഡിയോസ് ഇടുമ്പോൾ നമ്മളെപ്പോഴും കുർത്തീസാണ് കാണിക്കാറ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മിസ്സാവാണ്ട് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾന്ന് പ്രസ് ചെയ്യാനും പറയണേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ കളക്ഷൻസിലേക്ക് കടക്കാണ്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ വരുന്ന ഒരു കുർത്തിയാണ്. നല്ല രസമുള്ള ഒരു കുർത്തിയാണ്. ഇത് വന്നിട്ടൊരു ഇമ്പോർട്ടഡ് ക്ലോത്താണ്. ക്ലോത്ത് നല്ല രസമുള്ളൊരു ക്ലോത്താണ്. പിന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് എം സൈസാണ്. എം സൈസ് ആണെങ്കിലും ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് 36 ആണ് കിട്ടുന്നത് കേട്ടോ. പക്ഷേ ഇത് കുറച്ചും കൂടി സ്ട്രെച്ചബിൾ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. അപ്പോൾ എം എൻ്റെ സൈസിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എം തന്നെ എടുത്താൽ മതി. നമുക്ക് ഇവിടെ ഇച്ചിരി ലൂസും വരുന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ വണ്ണം കുറഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് 30 സൈസാണ്. പക്ഷേ ഇത് കോട്ടണിലൊക്കെ വരുമ്പോൾ, വടി പോലെ നിൽക്കുന്ന കോട്ടണിലൊക്കെ വരുമ്പോൾ അതൊരു പ്രശ്നം വരും. പക്ഷേ ഈ കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ ആ ഒരു സൈസ് പ്രശ്നം വരില്ല. ഇനിയിപ്പോൾ ഞാൻ വണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെറുതിനെ മാച്ച് ഞാൻ ഒരു കോലത്തിലാവുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി വണ്ണം കുറഞ്ഞിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ വരുന്നത് ഈ ഒരു ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു കോളറിൻ്റെ ഒരു മടക്കി വെച്ച പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ത്രെഡ് വർക്കും ഈ കുത്ത് കാണുന്നതെല്ലാം ഒരു പേളിൻ്റെ ഒരു മുത്താണ് പിടിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ. ഒരു മെറൂണും ബ്ലൂവും വെച്ചിട്ടുള്ള ത്രെഡിൽ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 പോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ പോക്കറ്റിൻ്റെ അവിടെയും ത്രെഡ് വർക്കും അതുപോലെ തന്നെ ആ ഒരു പേളിൻ്റെ സ്റ്റോൺ വർക്കും ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈൻ സ്ട്രക്ചറിലാണ് കുർത്തി വരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കട്ടിങ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ചെറിയ പാൻറ് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാമല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല. ഇത്രയിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ യൂസ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഒരു ഓനിയൻ പിങ്ക് ടു ബേബി പിങ്ക്, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. എക്സാക്റ്റ് ഒരു ഒനിയൻ പിങ്കും അല്ല, അന്നൊരു ബേബി പിങ്കും അല്ല, ആ കൈൻഡ് ഓഫ് ഒരു കളറാണ് വരുന്നത്. എക്സാക്റ്റ് കളർ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇതിൽ കാണുന്ന കളറിനേക്കാൾ ചെറിയ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ഓൾമോസ്റ്റ് ഞാൻ പറയാവുന്ന രീതിയിൽ അങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത്. ഒരു
45 to 46 ആ റേഞ്ചിലേക്ക് ലെങ്ത് വരുന്നുണ്ട്. നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണിത്. ഇച്ചിരി കൂടിയ ഐറ്റം ആണ് കേട്ടോ ഇത്. ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ത്രെഡ് വർക്കും ഈ കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റോൺ ആണ്. ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ കുറച്ച് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ട് 1 2 3 താഴത്തേക്കൊക്കെ അങ്ങനെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിൽ ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല കട്ടിയുള്ള ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ. ഒരു എലൈൻ സ്ട്രക്ചറിൽ ഇവിടെ ഒരു കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ വരും. പുറകു വശം ഇതാ ഇങ്ങനെയാണ്. ഫ്രണ്ടിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഇതേ വർക്ക് തന്നെയാണ് കൊടുത്തേക്കണം. ഉള്ളിലേക്ക് അല്ല ഡെപ്തിലേക്ക് വരുന്ന ഒരു പോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് M2 XXL ആണ്. അതിൽ XL മാത്രം കറക്റ്റ് 42 ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാത്തിലും എനിക്ക് തോന്നുന്ന ഒരു പൊടിക്ക് ഇങ്ങോട്ട് കുറവാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. ഇപ്പം M വരെ ഇതെന്നൊക്കെ ഒരു 37 വരെ എന്തായാലും ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മെഷർമെൻറ്റ് പ്രതീക്ഷിച്ചാൽ മതി. XL മാത്രം കറക്റ്റ് 42 ഉണ്ട്. XXLനൊക്കെ മെഷർമെൻറ്റിൽ 43 ആണ് കിട്ടുന്നത്. പക്ഷേ നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ വലിയുന്ന കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് സൈസ് നോക്കിയിട്ട് എടുക്കാം. നമുക്ക് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമേ റിട്ടേൺ ഉണ്ടാവുള്ളൂ. കളറ് സൈസ് ഒന്നിനും റിട്ടേൺ ഉള്ളതല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി തന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ പറയുന്ന സൈസ് ആയിരിക്കും നമ്മൾ ഇവിടെ നിന്ന് അയക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. നമുക്ക് നല്ലൊരു എന്താ പറയുക, പാർട്ടി വെയർ ആയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം സാധാരണ നമ്മൾ കണ്ടുവരുന്ന നമ്മളിങ്ങനെ 2 സൈഡിലേക്കും പോക്കറ്റ് ഒന്നും കൊടുത്തിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്നിട്ടില്ല. നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളാണ് പോയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലുള്ള റേറ്റാണ്. ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് അങ്ങനെയൊന്നല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ. സെക്കൻഡ് കളർ വരുന്നത് കാണിക്കാം. അടുത്ത് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ. ഇതൊരു ആഷും ബ്ലൂവും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് കേട്ടോ. ബ്ലൂയിഷ് ആഷ് എന്നോ അങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഞാനൊന്ന് എക്സാക്ട് കളറിൻ്റെ പേര് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് കേട്ടോ. പാറ്റേൺ രണ്ടും സെയിം ആണ്. ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ത്രെഡ് വർക്കും അതുപോലെ തന്നെ ചെറിയ മുത്തിൻ്റെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ വരും. എയർലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. ഒരു ഞാൻ പറഞ്ഞില്ല ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ വരുന്ന ഒരു കുർത്തിയാണ്. നല്ല രസമാണ് ഇടാൻ, ഭയങ്കര കംഫർട്ടാണ്. ഇതിൻ്റെയും സൈസ് ചാർട്ട് വരുന്നത് M2 XXL ആണ്. എല്ലാതും നോർമലിനേക്കാൾ ഒരു പൊടിക്ക് കുറവാണ് എന്ന് വിചാരിച്ച് നമുക്ക് ഇടാൻ പ്രശ്നമുള്ള ഒരു ടൈപ്പ് അല്ല. എന്നാലും നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് സൈസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അതാണ് നമ്മൾ ഇവിടുന്ന് അയക്കുക കേട്ടോ. പ്രൈസ് വരുന്നത് 799 ആണ്. ഓക്കെ, അടുത്ത പാറ്റേൺ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഖാദി കോട്ടണിലാണ് കേട്ടോ. ഈ ഒരൊറ്റ കളർ ഷെയ്ഡ്സ് ആൻഡ് പാറ്റേൺസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പക്ക ഖാദിയുടെ ഒരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ വീവിങ്ങിൽ വരുന്ന ഒരു ഐറ്റമാണ് ഇത്. കൊടുത്തിട്ടുള്ളതും ഇതുമ്മ തന്നെയുള്ള ഒരു പ്രിൻ്റാണ്. ഇത് സെപ്പറേറ്റ് പെയിൻറ്റിങ്ങോ ഒന്നുമല്ല, ഇതുമ്മ തന്നെയുള്ളൊരു വർക്കാണ് കേട്ടോ. പ്രിൻസസ് കട്ടിലാണ് പോയിട്ടുള്ളത്. ഒരു കോളർ നെക്ക് വരുന്ന പാറ്റേൺ ആണ്. എന്നിട്ട് ഇവിടെ ഈ ഒരു ബട്ടൺ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഓപ്പൺ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ബാക്കിയുള്ള ബട്ടൺ എല്ലാം ഷോ ബട്ടൺ ആണ്. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രിന്റ് വരും. ഇവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കുർത്തിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഖാദി എന്ന് പറയുന്ന ആ ഒരു നമ്മൾ ധോത്തിയും ആ ഒരു ലെവൽ ഓഫ് ആയിട്ടുമില്ല, ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലും വർക്കും കാര്യങ്ങളാണ് പോയിട്ടുള്ളത്. നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ്. കാണാൻ നല്ല രസമാണ് കേട്ടോ. പ്രിൻസസ് കട്ടിൽ ഇങ്ങനെ വന്നിട്ട് താഴത്തേക്ക് ഒരു ബോർഡർ പോലെ കൊടുത്ത് ഇവിടെ ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലൻ ഒരു കുർത്തിയാണ്. നമുക്കിത് ഈ ഐറ്റം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഈ അമ്പലങ്ങളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വിഷുവിനോ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നും നമുക്ക്. ചിലർ ഈ കോട്ടൺ ലവേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുള്ളതാണിത്. ഇതിൻ്റെ സൈസസിലും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് S സൈസാണ്. ഇതിന് എസ്സിന് 38 എന്നാണ് എഴുതിയിട്ടുള്ളത്. എല്ലാതും അങ്ങനെയാണ്. S തൊട്ട് 3XL സൈസ് വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സൈസുകാർക്കും ഇനി ബിഗ് സൈസിൽ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വേണ്ട. പക്ഷേ ഈ വേറെ ചെയ്തിട്ടുള്ള S സൈസ് നമുക്കൊരു ഓൾമോസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ 40 വരെ കിട്ടും. പിന്നെ ഇത് വിത്തൗട്ട് ലൈനിങ്ങിലായതുകൊണ്ട് നിങ്ങൾ ആ ഒരു സൈസ് ചാർട്ട് എടുക്കണ്ട, നോക്കണ്ട. ഒരു 38 എന്നുള്ള ഇതുമത്തുള്ള മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതി. S 38, M 40, XL 42, XXL 44, 3XL ഒരു
48 റേഞ്ച് നമുക്കറിയാലോ, നോർമലിനേക്കാളും ഒരു 2 കൂടുതൽ, 38, 40, 42, 44, 46, 48 ഇതാണ് നമ്മുടെ സൈസ് ചാർട്ട്. അങ്ങനെയാണ് ഇതിൽ കൃത്യമായിട്ട് മെഷർമെൻറ്റ് ചെയ്തിട്ടുള്ളതും. ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, നല്ലൊരു പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒരു എക്സ്ട്രാ അതും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഇതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു എക്സ്ട്രാ. ഇവിടെ ഏതെങ്കിലും ബട്ടൺ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് M ആണ്. M40 എന്ന് എഴുതിയേക്കണണ്ട. ശരിക്കും ഇത് അളക്കുമ്പോൾ ഒരു 42 റേഞ്ചിലേക്ക് നമുക്കിത് കിട്ടും. പക്ഷെ ഇത് വിത്തൗട്ട് ലൈനിങ്ങിലായതുകൊണ്ടും അതുപോലെ തന്നെ പ്രിൻസസ് കട്ടിലായതുകൊണ്ട് നിങ്ങൾ ആ ഒരു മെഷർമെൻറ്റിൽ എടുക്കണ്ട. ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു മെഷർമെൻറ്റ് തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി. S ആണെങ്കിൽ 38 വരുന്നത്. എസ്സുകാരെ ആലോചിക്കുക. S എന്ന് പറഞ്ഞാൽ ഇത് 38 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിനൊരു 40 റേഞ്ച് മെഷർമെൻറ്റ് കിട്ടും. പക്ഷെ നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ടിലായതുകൊണ്ടും ആ ഒരു ബോഡി ഷേപ്പിൽ കിടക്കുന്നതുകൊണ്ടും പ്രശ്നം ഇല്ല. അപ്പോൾ ഇതുമത്തെ മെഷർമെൻറ്റിൽ തന്നെയായിരിക്കും നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ. S 38. അപ്പോൾ എന്താ, ഞങ്ങൾ അളന്നപ്പോൾ ഇച്ചിരി വലുപ്പമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് ഷേപ്പ് ആക്കുക, അത്രമാത്രം ചെയ്താൽ മതി. ഇതിൽ കൊടുത്തിട്ടുള്ള മെഷർമെൻറ്റിലായിരിക്കും നമ്മൾ സെല് ചെയ്യുക. പിന്നെ പുറകിലേക്ക് 2 സൈഡിലും ഇങ്ങനെ ഇവിടെയും വരുന്നത് ഈ പുറകു വശവും പ്രിൻസസ് കട്ട് സ്ട്രക്ചറിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ട് സാധാരണ നമുക്ക് ഫ്രണ്ട് പോർഷൻ മാത്രമാണ് പ്രിൻസസ് കട്ടിൽ വരാറ്. ഇത് പുറകു വശവും ആ ഒരു പ്രിൻസസ് കട്ടിൽ ഒരു പാനൽ പോലെയാണ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ഇത്തിരി ഭാഗത്താണ് നമ്മളിങ്ങനെ ഒരു ഡോർ കൊടുത്തായിരുന്നു നമുക്കൊന്ന് കെട്ടാൻ പാകത്തിന്. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാനും ഇവിടെ തന്നെ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത്. ഇതിൽ കൊടുത്തിട്ടുള്ള മെഷർമെൻറ്റിലായിരിക്കും നമ്മൾ എടുക്കുക. 36 എന്ന് പറയുമ്പോൾ അല്ല 36 അല്ല 3XL എന്ന് പറയുമ്പോൾ നമുക്കൊരു 48 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ബിഗ് സൈസുകാർക്കും ഇത് എടുക്കാം. നല്ല മെറ്റീരിയലാണ്, ഇടാൻ ഭയങ്കര കംഫർട്ടാണ്, നല്ല സ്റ്റാൻഡേർഡ് ലുക്കും തോന്നുന്നുണ്ട്. ഇതിനൊരു ലെങ്ത്ത് വരുന്നത് ഒരു 45 റേഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. സ്ലീവ് ഒരു 16 റേഞ്ചിലേക്ക് വരും. ഇവിടെ ഒരു കട്ടിക്ക് പടി പോലെ കൊടുത്ത് ഇങ്ങനൊരു ഇത് വെച്ച് ബട്ടണൊക്കെ കൊടുത്ത് നല്ല നീറ്റായിട്ടുള്ള ഒരു ഐറ്റാണ്. പുറകുവശം ഈ പ്രിൻ്റ് ഇല്ല, പ്ലെയിൻ ആണ് കേട്ടോ. ഫ്രണ്ടിലാണ് ഈ പാറ്റേൺ, ഈ വർക്ക് പോയിട്ടുള്ളത്. താഴെ കണ്ട ഈ ഒരു ബോർഡർ വർക്ക് കൊടുത്തേക്കുന്ന നല്ല രസമുള്ള ഒരു ഐറ്റാണ്. പ്രൈസ് വരുന്നത് 649 ആണ്. S മുതൽ 3XL വരെയാണ്. നോർമൽ നമ്മുടെ സൈസ് ചാർട്ട് പ്രകാരം 38 to 48 വരെ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്തത് വന്നിട്ടുള്ളത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പ്രൈസ് കൊണ്ടും നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ്. 499 മാത്രമേ പ്രൈസ് വരുള്ളൂ. പ്രൈസ് ആദ്യമേ പറഞ്ഞേക്കാം. ഇത് റയോൺ മെറ്റീരിയലിൽ വരുന്നതാണ്. റയോണിന്മേ ഈ ബോർഡർ കൊടുത്തിട്ടുള്ളത് ഒരു ഫോയിൽ പ്രിന്റിൽ വരുന്ന ഇച്ചിരി കൂടി കൂടിയ കട്ടിയിലുള്ള ഒരു റയോണാണ്. ഇത് വരുന്നത് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഭയങ്കര സ്മൂത്തായിട്ടുള്ള റയോൺ, എന്താ പറയുക, പൂ പോലെ മൃദുലമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ കാണാം, ഇവിടെയും താഴെയും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു XXL സൈസസിലാണ്. നല്ല ഭംഗിയുള്ള 3 കളർ ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. ഇത് ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് അല്ല, ഡാർക്ക് ഗ്രീൻ ആണ്. ഉണ്ടോ, ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് ഇങ്ങനെ ബോർഡേഴ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ കൈൻഡ് ഓഫ് ബോർഡർ വർക്കുകൾ മാറുന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ പാറ്റേൺ ഈ കളറും മാറുന്നു. അങ്ങനെ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതെങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയാണ്, കാണാൻ നല്ല രസമാണ്, ഇടാനും ഭയങ്കര രസമാണ്. കാരണം ഭയങ്കര സ്മൂത്തും സിമ്പിളായിട്ട് ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഒരു ഐറ്റമാണ്. സൈസ് ഞാൻ പറഞ്ഞു M2XXL 499 ആണ് പ്രൈസ് വരുന്നത്. ഇതിങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തേക്കാണ്. പുറകുവശം പ്ലെയിൻ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഒരു മെറ്റീരിയലിൻ്റെ പാറ്റേൺ ബോർഡർ വർക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പുറകുവശം പ്ലെയിൻ ആണ്. പക്ഷെ ആ താഴത്തെ ബോർഡർ ഓവറോൾ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഫസ്റ്റ് കളർ ഇതാണ് വരുന്നത്. അടുത്ത കളർ കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു റെഡ് കളറിലാണ് കേട്ടോ. റെഡ് കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ബ്ലഡിൻ്റെ ഒക്കെ കളറില്ലേ, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡ് അല്ല. കൈയൊക്കെ മുറിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഡാർക്കായിട്ടുള്ളൊരു റെഡ് കളറില്ല, ആ ഒരു കൈൻഡ് ഓഫ് കളറാണ് കേട്ടോ. ഭയങ്കര ഉദിച്ച് നിൽക്കണ റെഡ് കളറല്ല, ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു റെഡ് കളറാണ് വരുന്നത്. ഓക്കെ,
എല്ലാതും M2XXL ആണ്. സ്ലീവ് വരുന്നത് നമുക്കൊരു 15-16 റേഞ്ചിലേക്ക് സ്ലീവ് വരും. ടോപ്പിന് ലെങ്ത് വരുന്നത് 46 ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത്. റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. 499 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം ടു XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കളർ കണ്ടെങ്കിൽ നമുക്ക് അടുത്ത കളർ കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ. കരിഞ്ചുവപ്പ് എന്നൊക്കെ പറയുന്ന ഒരു കളറില്ലേ, നിങ്ങളങ്ങനെ പറയുമെന്ന് അറിയില്ല, ഞങ്ങൾ കരിമ്പച്ച കരിഞ്ചുവപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കളർ, നല്ല ഡാർക്ക്, നല്ല അത്രയും ഡാർക്കായിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇത് വരുന്നത്. നേരത്തെ റെഡും ഇതും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതും നല്ല ഇച്ചിരി പറഞ്ഞല്ലോ ഉദിച്ച റെഡല്ല, അത്യാവശ്യം നല്ല ഒരു ഡാർക്കായിട്ടുള്ള റെഡ് കളറാണ്. റെഡിൽ തന്നെ ഡാർക്ക്, ഇത് മെറൂണിൽ തന്നെ ഡാർക്ക് മെറൂൺ. അപ്പോൾ ഏത് കളേഴ്സ് എടുത്താലും നല്ല കളേഴ്സാണ്. അതുപോലെ തന്നെ ഗ്രീനും വരുന്നത് നല്ല ഡാർക്കാണ് കേട്ടോ. മൂന്നും കൂടി ഒരുമിച്ച് കാണിച്ചേക്കാം. നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്, നല്ല ഡാർക്ക് റെഡ്, ഡാർക്ക് മെറൂൺ, അങ്ങനെ 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വന്നിട്ടുള്ളത് 499 മാത്രമേ ഉള്ളൂ. ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്കാണ്, അധികം ക്വാണ്ടിറ്റി ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നമ്മളിതിപ്പോൾ ഒരുപാട് തവണയായി റീസ്റ്റോക്ക് ചെയ്യണം. നമ്മളിതിന് മുമ്പ് കോളർ ടൈപ്പിലൊക്കെ കൊണ്ടുവന്നപ്പോൾ ചൈനീസ് കോളറിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര്. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ചൈനീസ് കോളറിൽ വരുന്ന ടൈപ്പാണ്. ഇവിടെ ഇത്രയും ഭാഗം നമുക്ക് ഓപ്പണബിൾ ആണ്, പക്ഷെ അതിങ്ങനെ ഡീസൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുന്ന മെറ്റീരിയൽ ഓൾറെഡി റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമായിരുന്നു. ആ ഒരു മെറ്റീരിയലിനേക്കാളും ഇച്ചിരി കൂടി ഹെവിയാണ് ഈ ഐറ്റം. ഇതിൻ്റെ ഈ പാറ്റേണിൽ ഇങ്ങനെ ഇച്ചിരി പൊന്തി നിൽക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കള്ളി വരാം. അതൊരു ഇച്ചിരി വെൽവെറ്റ് പോലെ, എക്സാക്റ്റ് വെൽവെറ്റ് അല്ല, വെൽവെറ്റ് പോലെ ഒരു കൈൻഡ് ഓഫ് ആണ്. ഇച്ചിരി ഹെവിയാണ് സാധനം. എന്നുവെച്ചാൽ പിടിക്കുമ്പോൾ നമുക്കിത് ഭയങ്കര കനമാണ്, ഇച്ചിരി ഹെവിയാണ്. പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പോലെയാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അത്രയും ഹെവിയാണ്. നിങ്ങൾക്കിത് കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഒന്നും പറയാനില്ല, അത്ര പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതായിട്ടാണ്. പ്രിൻസസ് കട്ടിലാണ് വരുന്നത്. നടുക്ക് ഇത് ഇങ്ങനെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പോക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡെപ്തിലേക്കുള്ള പോക്കറ്റാണ്. എയർലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ 4 കളർ ഷെയ്ഡ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് 45 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. സ്ലീവിന് ഒരു 46 ഇഞ്ച് ലെങ്ത് ഉണ്ട്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ് എന്ന് പറഞ്ഞാൽ ലൈനിങ്ങിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല. കാരണം ഇപ്പം തന്നെ ഇത് ഭയങ്കര ഹെവിയാണ് മെറ്റീരിയൽ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമോ എന്നൊക്കെ അറിഞ്ഞൂടാ. ഇവിടെ ഉണ്ട് ഈ കട്ടകൾക്ക് ഇച്ചിരി ഹെവിനെസ് ഉണ്ട്. അതൊരു കൈൻഡ് ഓഫ് വെൽവെറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി സോഫ്റ്റ് ആൻഡ് സ്മൂത്തി ടൈപ്പിലേക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് കളറാണ്. ഉള്ളിലേക്ക് ഇങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ ഇല്ലാത്ത ഈ ഒരു പുറംവശം അകംവശം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. നല്ല ഐറ്റമാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഇത് പിടിക്കുമ്പോൾ അതിൻ്റെ ഹെവിനെസ്, അതിൻ്റെ ഒരു ക്ലോത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ വെച്ച് കിടിലം പ്രൊഡക്റ്റാണ്. M2XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 599 ആണ്. ഇത് ഏറ്റവും ആദ്യം കൊണ്ടുവന്നപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആയിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ മെറ്റീരിയൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വീണ്ടും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. പുറകു വശം എന്താ ഇങ്ങനെയാണ് വരുന്നത്. പുറകു വശം നോർമൽ എയർലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ കളറ് വരുന്നു. M2XXL 599 ആണ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഇന്ന കളർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത കളറെങ്കിലും മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. അത്രയും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്ത കളർ കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ. ഇത് എന്ത് കളറാന്ന് ചോദിച്ചാൽ ഒരു ഗ്രേ ആണോ ബ്രൗൺ ആണോ അങ്ങനെ ഒരു കളറാണോ, അതൊരു ഗ്രീനിലേക്ക് വരുന്നൊരു ടൈപ്പ് ഓഫ് കളറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ എനിക്കറിയില്ല. സിൽവർ ആണോ എന്ന് ചോദിച്ചാൽ സിൽവറും അല്ല, ഗ്രേ ആണോ എന്ന് ചോദിച്ചാൽ ഗ്രേയും അല്ല, ബ്രൗൺ ആണോ എന്ന് ചോദിച്ചാൽ ബ്രൗണും അല്ല. ഒരു യെല്ലോ കളറും ഗ്രീൻ കളറും കൂടി ബ്ലെൻഡ് ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഗ്രേയും കൂടി മിക്സ് ആയ പോലത്തെ ഒരു കളറാണ് കേട്ടോ. നല്ലൊരു കളറാണ്. നേരത്തെ ഞാൻ കാണിച്ചത് ഡാർക്ക് ഗ്രേ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. ഇതെന്ന് പറയുന്നത് കണ്ട ഒരു ഗ്രീനിലേക്ക് കയറി വരുന്നുണ്ട്. എന്നാൽ ഗ്രീനിൻ്റെ ഷെയ്ഡ് അല്ല കേട്ടോ.
ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു കളർ. നിങ്ങൾക്ക് ഏത് കളറാണ്, ഇതാണ് ഫസ്റ്റ് കളർ, ഇതാണ് സെക്കൻഡ് കളർ. നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ രണ്ടാമത് വെയർ ചെയ്ത കളറാണ്, സെക്കൻഡ് ഇതാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നമുക്ക് അതാണോ ആദ്യം കാണിച്ച കളറാണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് കളറിൽ നിന്ന് മെൻഷൻ ചെയ്താൽ മതി. നല്ല കളേഴ്സാണ്, ഇതൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്ന കളറുകളല്ല. മെറ്റീരിയൽ വൈസ് വീണ്ടും പറയുന്നത് സൂപ്പറാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കേണ്ട ഓ എന്തൊരു തള്ളലാണെന്ന്. തള്ളലല്ല, പിന്നെ എൻ്റെ പ്രൊഡക്റ്റ് ഞാനല്ലാണ്ട് ആരാണ് എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഞാനാണ് ഈ പ്രൊഡക്റ്റ് കാണുന്നത്, എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നു അത്രയും നല്ല രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഓരോ ക്ലോത്തും പിടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. 599 മാത്രമേ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ. നിങ്ങളിത് കയ്യിൽ കിട്ടുമ്പോൾ ഉറപ്പായും പറയും അയ്യോ നമുക്ക് അടിപൊളിയായിട്ട് 599 നമുക്ക് വേർത്തായ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് തോന്നും. അപ്പം മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യട്ടെ. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളതാണ് ഒലിവ് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളർ കേട്ടോ. അപ്പം നേരത്തെ കളറുകൾ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് കണ്ടല്ലോ, വേണ്ട ഇതൊരു ഈ കളറും ഈ കളറും തമ്മിൽ ഗ്രീനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ കളേഴ്സും നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇത് വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ കളർ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത്. ഓക്കെ, എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ് സെയിം ആണ് കേട്ടോ. M2XXL 599 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത കളർ കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. ഇതിനകത്ത് ആ ഒരു മെറ്റീരിയലിൻ്റെ ഇത് കണ്ടോ, ശരിക്കും ഒരു വെൽവെറ്റ് പോലെ കാണുന്നതിൻ്റെ ഒരു ഇത് മനസ്സിലാവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും ഹെവി പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. 4 കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 കളേഴ്സും ഡിഫറെൻറ്റ് പാറ്റേണിൽ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത നിറഞ്ഞ കളറാണ്. ഇപ്പോൾ ഇതിൽ വൈൻ കളറും ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ കാണുന്നതാണ്. വൈനിന് തന്നെ ഒരു ഗ്ലേസിങ്ങും ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 4 കളേഴ്സും നല്ല കളേഴ്സാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല പ്രൈസിലുമാണ് വരുന്നത്. വെറും 599 മാത്രം. വൺ സൈഡ് നല്ല ഡെപ്തിലേക്ക് വരുന്ന പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എയർലൈൻ കുർത്തി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റമാണ്. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക. മിസ് ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും നഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത കളർ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈസിൽ ആ കളർ ഉണ്ടെങ്കിൽ മിസ് ചെയ്യാണ്ട് അത് പർച്ചേസ് ചെയ്യാം കേട്ടോ. കാരണം ഈ മെറ്റീരിയൽ അടുത്ത പ്രാവശ്യം ഇനി റീസ്റ്റോക്ക് ചെയ്യണ്ടോന്ന് അറിയില്ല. നമ്മൾ തന്നെ ഇത് 4ാമത്തെ തവണയാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ മെറ്റീരിയലിൽ ചില ഡിഫറൻസുകൾ ഉണ്ടാവും. ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തോന്നുമെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ഇത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത പാറ്റേൺ കാണാം. അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് 2 പീസ് സെറ്റാണ് കേട്ടോ. വെർട്ടിക്കൽ എന്ന് പറയുന്ന മെറ്റീരിയലിൽ വരുന്ന 2 പീസ് സെറ്റാണ്. നല്ല രസമുള്ളൊരു പ്രിൻ്റാണ് ഇതിനകത്ത് കാണാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വെർട്ടിക്കലിൻ്റെ 2 പീസും 3 പീസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പ്രിൻ്റ് കാണാനായിട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിനകത്ത് സ്ലിറ്റഡിൽ വരുന്ന ലൈനിങ്ങോട് കൂടി വരുന്ന ടോപ്പും ബോട്ടം കൂടി വരുന്ന സെറ്റാണ്. ബോട്ടം ഇതിൻ്റെ നോർമൽ പ്ലെയിൻ കളറാണ്. ഇതിൻ്റെ തന്നെ പ്ലെയിൻ കളറാണ് വരുന്നത്. ടോപ്പിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. നല്ല വർക്കല്ല, ഒരു പ്രിന്റ് വരുന്നത്. ഇതിൻ്റെ നെക്കിൻ്റെ പാറ്റേൺ നല്ല രസമാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു 3 പീസിൽ ഇങ്ങനത്തെ ഒരു നെക്ക് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ സ്റ്റിച്ചിങ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. നെറ്റിന് എന്തൊക്കെ പറയണേ, നെക്കിന് ആകെ കൂടി തെറ്റാണ്. ഒരുപാട് ഐറ്റം വീഡിയോ എടുക്കുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾക്ക് തവിട് പടിയാവും. അതപ്പോൾ അങ്ങനെയൊക്കെ തെറ്റും, അതാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ നെക്ക് പാറ്റേൺ വരുന്നത് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നെക്ക് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. നല്ല രസത്തിൽ ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കട്ടിങ്, ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ്. പിന്നെ സ്ലീവ് വന്നിട്ട് ഇതങ്ങനെ 16 റേഞ്ചിലേക്ക് സ്ലീവിന് ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങിൽ വരുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പട്ടി പോലെ ഇച്ചിരി കട്ടിക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബോട്ടം വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയലാണ്, പ്ലെയിൻ ആണെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ 1 സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്. നമുക്കൊരു 39 ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. കുർത്തിക്കാണെങ്കിലും ഒരു 46 അടുത്ത് ലെങ്ത്ത് വരുന്നത്. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി കേട്ടോ. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാ വരുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇത് കൈൻഡ് ഓഫ് കളർ വന്നിട്ട് എനിക്കിത് ഭയങ്കര കൺഫ്യൂഷനാണോ, മെറൂണാണോ പർപ്പിൾ ഷെയ്ഡാണെന്ന്. പർപ്പിളിന്ന് മെറൂണല്ല, ഒരു ഡാർക്ക് പർപ്പിൾ എന്നൊക്കെ പറയുന്ന ഒരു കൈൻഡ് ഓഫ് കളറാണ് കേട്ടോ. എനിക്ക് മെറൂൺ അല്ല, അത് കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മെറൂൺ പോലെ തോന്നും. പക്ഷെ ഇത് മെറൂൺ അല്ല, ഒരു പർപ്പിൾ ഷെയ്ഡിലേക്കാണ്. അല്ലെങ്കിൽ ഒരു വൈൻ എന്നൊക്കെ പറയുമ്പോൾ വൈൻ, ഡാർക്ക് വൈൻ അല്ല, ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. എക്സാക്റ്റ് കളർ നിങ്ങൾ മെറൂൺ പ്രതീക്ഷിക്കരുത്.
ഇത് തന്നെയാണ്, പക്ഷെ മെറൂൺ അല്ല, ഒരു പർപ്പിളിന്റെ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളറാണ്. അപ്പോൾ ഫസ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇട്ടിട്ടാണെങ്കിൽ എന്താ പറയാ, നല്ലൊരു ലുക്ക് തോന്നുന്ന പോലത്തെ ഒരു പ്രിന്റും കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് അതിൻ്റെ ഞാൻ തുറന്ന് കാണിക്കാം. നെക്ക് പാറ്റേൺ കണ്ടോ, അതെങ്ങനെ. ഓക്കെ, പിന്നെ സ്ലിറ്റഡ് ആണ്, നല്ല മെറ്റീരിയലാണ് വെർട്ടിക്കൽ. അതുപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകു വശവും ഇതേ പ്രിന്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ബോട്ടം വന്നിട്ട് ഫുൾ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടത്തിന് നല്ല സ്പേസ് ഉള്ള ബോട്ടമാണ്. ഇത്തിരി നമുക്ക് എന്താ പറയാ, പിടുത്തൊന്നും വരില്ല. ഒരു സെമി പാരലൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ കൈൻഡ് ഓഫ് ഒരു വിടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരാണ്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് സെറ്റ് വരുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു XXL ആണ്. M2XXL ആണ് സൈസ് ചാർട്ട് വരുന്നത്. പ്രൈസ് വരുന്നത് 799 മാത്രമേ ഉള്ളൂ. നമുക്കൊരു എന്താ പറയുക, അത്യാവശ്യം വേണമെങ്കിൽ ഒരു പാർട്ടി വെയർ പോലെ ഇടാനും പറ്റും. അത്ര നല്ല രസമാണ് കാണാനായിട്ട്. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഐറ്റം തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഇപ്പോൾ 499 റയോൺ കുർത്തി പോലും ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. പക്ഷെ ആ റേഞ്ചേ വരുന്നുള്ളൂ. അപ്പം എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേഗം വേഗം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട്, അതും കൂടി കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിലും ഈ ഒരു ഗ്ലേസിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതുമ്മ ഒരു ഫാൽ പ്രിന്റ് പോലെയല്ല, ഇതുമ്മ തന്നെയുള്ള ഒരു ഇതാണ്. പക്ഷെ അതിനൊരു ഗോൾഡൻ്റെ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അതിനൊരു ഗ്ലേസിങ് വരുന്നത്. ഇത് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത്. സെയിം പാറ്റേണും എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. ഞാൻ നേരത്തെ സൈസ് ചാർട്ട് പറയുന്നത് വിട്ടുപോയി കേട്ടോ. M2XXL അല്ല, L2 3XL ആണ്. ഞാൻ വിചാരിച്ചു എന്താ എനിക്ക് ഇത്ര ലൂസ് എന്ന്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. M അല്ല, L2 3XL ആണ്. M ആർക്ക് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം ലൂസൊന്നും വരില്ല. ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് എടുത്താൽ മതി. ഓക്കെ, 46 ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട്. ബോട്ടത്തിന് 39 ഇഞ്ചോളം ലെങ്ത് വരുന്നത്. ബോട്ടം ഇച്ചിരി കൂടി ഈ ഒരു ഇതിലത്തെ പ്രിന്റ് വർക്ക് ഇല്ലാണ്ടാകുമ്പോൾ ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി കംഫർട്ടാണ്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ നെക്കും കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ L2 3XL 799 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു പാറ്റേൺ കൂടി ഉണ്ട്, അതും കൂടി കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ഇച്ചിരി കൂടിയ സിൽക്ക് മെറ്റീരിയലിലൊക്കെ വരുന്ന കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഒരു ബനാറസി വീവിങ് പോലത്തെ ഒരു ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത്. ദുപ്പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീതിയും ലെങ്ത് ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു കുർത്തിയോ ടോപ്പോ തയ്ക്കാവുന്നതാണ് കേട്ടോ. നല്ല രസമുള്ള 3 കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ നെക്ക് പാറ്റേൺ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരു വി ഷേപ്പിലേക്ക് വരുന്ന, പക്ഷെ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും പോയിട്ടുള്ളത്. ഇതിനൊക്കെ എക്സാക്ട് എന്തെങ്കിലും പേരുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിലപ്പോൾ നല്ലോണം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കുണ്ടാവും. അങ്ങനെ ഒരു പാറ്റേൺ ഒക്കെ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പറയാം കേട്ടോ. സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ്. എന്നിട്ട് ബോർഡറിൽ ഇങ്ങനെ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഡോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വീവിങ് ആണ് കേട്ടോ. കൈൻഡ് ഓഫ് വീവിങ് ആണ്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഒരു മജന്തിയും ഗോൾഡനും ഗ്രീനും ഇങ്ങനെ കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ബുട്ട പോലെ പോയിട്ടുള്ളത്. ഓക്കെ, ഉള്ളില് നമുക്ക് ക്രൈപ്പിന്റെ ലൈനിങ് ആ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇച്ചിരി കംഫർട്ടാണ്. നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കും. വടി പോലെ നിൽക്കുന്ന ഒരു ഫീൽ ഇല്ല. അങ്ങനെയാണ് വരുന്നത്. സ്ലീവ് വന്നിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ഇവിടെ വന്നിട്ട് ഇതിന്റെ തന്നെ ഒരു പടി പോലെ കൊടുത്തേക്കാണ് വരുന്നത് കേട്ടോ. പുറകു വശവും പ്ലെയിൻ ആണ് വരുന്നത്. ഞാൻ അതിന്റെ ക്ലോസർ വ്യൂ തുറന്ന് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നേക്കണുണ്ട്. ഇതിങ്ങനെ നല്ല ഹെവി ആയിട്ടാണ് ദുപ്പട്ട കൊടുത്തേക്കണത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഹെവി ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം ഇതിന് ടോപ്പും ബോട്ടം അല്ല, ടോപ്പും ഷാളും വരുന്ന സെറ്റാണ്. ബോട്ടം അവൈലബിൾ അല്ല. ഞാൻ ബോട്ടം ഒരു സ്കിൻ കളറിൻ്റെ ഒരു ബോട്ടം യൂസ് ചെയ്തേക്കാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ സെയിം കളറിൽ ഷിമ്മറിലൊക്കെ വരുന്നത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടോൺ ടു ടോൺ തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇതിൽ വരുന്ന പിങ്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 3 പീസ് സെറ്റ് ഇതുപോലെ തന്നെ ഒരു ബനാറസിയുടെ ഷാൾ വരുന്നത് ഇച്ചിരി കൂടിയ ഒരു പാറ്റേണിൽ വന്നത് നമ്മൾ ആ റേഞ്ചിലാണ് കൊണ്ടുവന്നത്. ഇത് നമുക്ക് 899 ആണ്. നിങ്ങൾക്ക് ബോട്ടം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കംഫർട്ട് ഇത്ര തന്നെ ആകുമ്പോൾ തന്നെ റിച്ച് ആയി.
പിന്നെ ബോട്ടം എക്സാക്റ്റ് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് 2 പീസായിട്ട് മേടിക്കാൻ പറ്റും ഈ ഒരു കോംബോ. ബോട്ടം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി സ്കിന്നോ ഗോൾഡനോ ഒക്കെ കളർ ഇട്ടാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈ റേഞ്ചിലേക്ക് പോവില്ല. അത് ഉദ്ദേശിച്ചായിരിക്കും അവരിങ്ങനെ ഒരു 2 പീസ് സെറ്റ് ഇറക്കിയിട്ട് ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. 4 സൈഡിലും ആ ഒരു ബോർഡർ വർക്ക് പോകുന്നുണ്ട്. നല്ല കളേഴ്സാണ്. M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 899 മാത്രമേ വരുന്നുള്ളൂ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതില്ലാണ്ട് കണ്ടോ നല്ലൊരു ഗ്ലേസിങ്ങും ഒരു ഇങ്ങനെ വെർട്ടിക്കല ഹൊറിസോണ്ടലോ ഇങ്ങനെ ലൈൻസ് പോലെയാണ് വീവിങ് പോയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വരെ ബോട്ടം വന്നിട്ടുള്ളത്, ടോപ്പ് വന്നിട്ടുള്ളത്. ഷാള് ഇതാ ഇങ്ങനെ ഓവറോൾ ഇതാണ് ഷാളിന്റെ ലുക്ക് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ബ്ലൂ ഷെയ്ഡാണ്. അടുത്ത കളർ കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഒരു പിസ്ത ഗ്രീൻ പോലെയാണ്. ഇതിൽ കാണുന്നതിനേക്കാൾ ഇച്ചിരി കൂടി ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. നല്ല ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. കറക്റ്റ് ഒരു പിസ്ത ഗ്രീൻ്റെ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളറാണ്. എല്ലാം ലൈറ്റ് ചാട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോഴാണ് ആ ഒരു നമ്മൾ എപ്പോഴും കാഞ്ചീപുരമൊക്കെ എടുക്കുമ്പോൾ ഡാർക്ക് കളർ അല്ലാണ്ട് കുറേ പേസ്റ്റൽ ഷെയ്ഡുകൾ ഉണ്ടാവില്ല. അപ്പം അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ, അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ്. അത് ഞാൻ നേരത്തെ അതിൻ്റെ പുറകുവശം കാണിക്കാന്നോട്ട് കാണിച്ചില്ല അല്ലേ? വേണ്ട, പുറകുവശം ഇങ്ങനെ പ്ലെയിൻ ആണ്. ആ ഒരു ബുട്ട വർക്കും കാര്യങ്ങളൊന്നും പോകുന്നില്ല. ഇങ്ങനൊരു വീവിങ് ടൈപ്പിലാണ് പോണേ കേട്ടോ. ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് കൊടുത്തേക്കുന്നത്. അത് തന്നെ നമുക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. ഫ്രണ്ട് പോർഷനാണ് ഇങ്ങനെ ബുട്ട പോലെ വരുന്നത് കേട്ടോ. നേരത്തെ ഞാൻ കാണിക്കാം വിട്ടുപോയതാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പം ഇത് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാം നല്ല കളേഴ്സാണ്. നമുക്ക് ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ ഹെവി ആയിട്ട് തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റുന്നതാണ്. എക്സാക്റ്റ് നമുക്ക് ഇതിൻ്റെ ബോട്ടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ സ്കിൻ കളറും അങ്ങനെ ഇതിനോട് മാച്ച് ആവുന്ന ഒരു രീതിയിലുള്ള ബോട്ടം ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇത് ഓൾമോസ്റ്റ് സ്കിൻ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നതൊക്കെ സാൻഡില് ഒക്കെ പോലത്തെ ബോട്ടംസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് മാച്ച് ആവുന്നതാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഷാളും ടോപ്പും കൂടിയാണ് സെറ്റ് വരുന്നത്. 899 ആണ് പ്രൈസ് വരുന്നത്. M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത കളർ കാണാം. അടുത്ത കളർ വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ 3 കളേഴ്സും നല്ല പേസ്റ്റൽസ് ആയിട്ടുള്ള പേസ്റ്റൽ ഒരു ലാവണ്ടറാണ്. ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. എല്ലാത്തിനും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു പിങ്കും ഗ്രീനും ഗോൾഡനും കൂടിയുള്ള ബുട്ട പോലെയാണ് വീവിങ് പോയിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ കേട്ടോ. പുറക് പ്ലെയിൻ ആണ്. വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഇതാ പുറക് പ്ലെയിനിൽ വരുന്നതാണ്. ഒരു സിൽക്കി, ഒരു ടിഷ്യൂ സിൽക്കൊക്കെ പോലത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ സ്ലീവിൽ ഇങ്ങനെ ഒരു ബുട്ട വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൂവിൻ്റെ സ്ലീവ് വന്നിട്ട് പ്ലെയിൻ ആയിരുന്നു. ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എക്സാക്റ്റ് ഇത് തന്നെ എന്ന് പറയരുത്. എങ്ങനെയാണോ ചിലപ്പോൾ M-ൽ അങ്ങനെ ആയിരിക്കും, L-ൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണ്. പുറകുവശം എല്ലാത്തിൻ്റെയും പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, റയോണിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ് കുർത്തി വരുന്നത്. 3 കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടോപ്പും ഷാളും കൂടി വരുന്ന സെറ്റാണ്. ഷാൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബനാറസി ടൈപ്പ് ഷാളാണ് വരുന്നത്. ചെക്കിൽ വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വീവിങ് കൊടുത്ത് നല്ല ഹെവി ആണ് ഐറ്റം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് വേണമെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കാനുള്ള ഐറ്റം ഉണ്ട് ഈ ഷാള് തന്നെ. ഓക്കെ, അപ്പോൾ M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈസ് മുന്നോട്ട് എടുക്കുക. ഇതൊക്കെ കറക്റ്റ് സൈസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. സിൽക്ക് ടിഷ്യൂ ഒക്കെ വരുമ്പോൾ നമുക്കൊരു സ്ട്രക്ചർ അറിയാലോ. ഒരു ടൈപ്പ് അങ്ങനെ സ്റ്റിഫായിട്ട പോലത്തെയാണ്. ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തതെന്നുണ്ടെങ്കിലും ആ മെറ്റീരിയലൊന്നും ഒട്ടും വലിച്ചിലൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈസ് എക്സ്ട്രാ എടുക്കാം. ഇത് സൈസിൻ്റെ കേസിൽ റിട്ടേൺ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സൈസ് കൂടുതൽ വേണമെങ്കിൽ എടുത്തോളാൻ പറയുന്നത്. കഴുത്തൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു സൈസ് കൂടുതൽ എടുത്തെന്ന് വിചാരിച്ച് ഇറങ്ങിയൊന്നും വരില്ല. അപ്പം അങ്ങനെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് എടുക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ആ ഒരു പാറ്റേൺ അറിയാം. പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ഇതോടുകൂടി തീരാണ്. എല്ലാതും നല്ല കളക്ഷൻസാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാ കളേഴ്സ് ആണെങ്കിലും പാറ്റേൺസ് ആണെങ്കിലും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്.
അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്ക് ഏതാണോ സൈസ് വേണ്ടത് അതെൻ്റെ അവൈലബിലിറ്റി ചോദിക്കുക കേട്ടോ. ഇന്ന കുർത്തി അവൈലബിൾ ആണോ ചോദിക്കരുത്, ഇന്ന സൈസ് അവൈലബിൾ ആണോ എന്നാണ് ചോദിക്കേണ്ടത്. അത് ചോദിക്കുക. വാട്സപ്പ് ത്രൂ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വേണം നിങ്ങൾ എൻക്വയറി ചോദിക്കാനായിട്ട്. ഓക്കെ. പിന്നെ നിങ്ങൾ ഗിവ് അവേയുടെ കാര്യം മറക്കാതിരിക്കുക. ഗിവ് അവേ ഈ ഒരു മാസത്തേക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നിങ്ങൾ വെയർ ചെയ്തിട്ടുള്ള കുർത്തിയുടെ ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തരാം. കഴിഞ്ഞ ദിവസം നമുക്കൊരു കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ നമ്പറിൽ നിന്ന് അയച്ചു തന്നെ, പക്ഷെ നമ്മൾ മേടിച്ചിട്ടുള്ളൊരു 8-9 കുർത്തി ഇട്ടതിൻ്റെ ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നു. ഭയങ്കര സന്തോഷം. പല കുർത്തീസ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മുടെ കുർത്തീസ് അവർ ഇട്ട് കാണുമ്പോഴത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിൽ റിവ്യൂ കൊടുക്കാനുള്ളതാണ് രണ്ടാമത്തെ റിവ്യൂ. ഇതിന്ന് രണ്ടിനും ഓരോരുത്തരും നമ്മൾ ഗിവ് അവേ വിന്നറായിട്ട് അടുത്ത മാസം സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മാസം വരെ നിങ്ങൾക്ക് ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാ.